എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാഡം വിളി വലിയ ബോറടിയാ. അല്ല ആന്താ മേഡം അങ്ങനെ? ദേ പിന്നെ മാഡം, ഒന്നുമില്ലെങ്കിലും ഞാൻ സച്ചിയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് ബഹുമാനം? എനിക്ക് അത്രയ്ക്ക് ബഹുമാനത്തിന്റെ ആവശ്യമില്ല. സച്ചി, മനുഷ്യര് തമ്മിൽ ആദ്യം വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്. അത് കഴിഞ്ഞു മാത്രമേ ബഹുമാനത്തിനൊക്കെ സ്ഥാനമുള്ളൂ. അല്ല ഞാൻ പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് വിളിച്ചോളൂ. ഏയ് അത് വേണ്ട. എന്നാ പിന്നെ സച്ചിക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വിളിച്ചോ. പക്ഷെ ഈ മാഡം അത് പരമ ബോറ. അല്ല പിന്നെ ഞാനെന്താ വിളിക്കാന്? ആ ഒരു കാര്യം ചെയ്യാം, എന്തായാലും എന്റെ വക്കീലാണല്ലോ, അപ്പോ വക്കീലെ തന്നെ വിളിച്ചാലോ? അത് മതി, ഈ മാഡത്തിനെക്കാളും നല്ലതാ. ഞങ്ങളെ ഡോക്ടറെ ഒന്ന് കാണാൻ പോയിരിക്കായിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല മാഡം എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ചു നാളത്തേക്ക് നല്ല കെയറും റെസ്റ്റും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നടക്കാത്തെ? അതിന് സച്ചിയേട്ട സമ്മതിക്കണ്ടേ? ആ ഡ്രൈവർമാരുടെ കൂടെ പഴയ സ്ഥലത്ത് പോയി താമസിക്കാനാ സച്ചിയേട്ടന്റെ തീരുമാനം. മാഡം തന്നെ പറ, ഈ അവസ്ഥയിൽ സച്ചിയേട്ടൻ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? പറഞ്ഞ കേക്കണ്ടേ? നമ്മളെക്കാളും അവന് വലുത് ആ ഡ്രൈവർമാരാ. അനുപേട്ട, എന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്തവസ്ഥ സച്ചി? ഇത്രയ്ക്ക് ദുരഭിമാനം നല്ലതല്ല. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം നീ ജീവിച്ചിരിക്കണം. അനുപേട്ട, സോറി മാഡം, ഞാൻ ഇത്തിരി ഇമോഷണൽ ആയിപ്പോയി. ഇനി മാഡം തന്നെ ഒന്ന് പറയും. അല്ല ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സാരമില്ല, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇമോഷൻ ഉണ്ടാവൂ. എന്താ സച്ചി ഇത്? കുട്ടികളെ പോലെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാവുന്ന ആരോഗ്യസ്ഥിതി അല്ല ഇപ്പൊ സച്ചിക്ക്. അത് ഒരു കാര്യം ഞാൻ പറയാം, നാളെ കോടതിയിൽ അമ്മയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കിട്ടുമ്പോ ഇവരോടൊപ്പം അമ്മയെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ സച്ചി ഉണ്ടാവണം. അല്ല വക്കീലേ, നീ എന്താടി അവനോട് വിളിച്ചു പറഞ്ഞേ? കേട്ടു കാണുമല്ലോ. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാനാണോ നിന്റെ തീരുമാനം? ഗൂഗിളിൽ നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് സമ്മതിപ്പിക്കാം. എനിക്കിപ്പോ ആ പ്രതീക്ഷയൊന്നുമില്ല. അവൻ നിനക്ക് വല്ല കൂടോത്രം തന്നിട്ടുണ്ടോ ഇങ്ങനെ അവന്റെ പിന്നാലെ നടക്കാൻ? ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ ജീവിതം കുളം തോണ്ടി പോവും, പറഞ്ഞേക്കാം ഞാൻ. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. സമൃദ്ധി, നീ വിചാരിക്കുന്ന പോലൊരാളല്ല നിന്റെ ഈ അമ്മായിയമ്മ. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലായെന്നും വരേയില്ല. ഇവർക്ക് ഇവരുടെ മകന്റെ കാര്യം മാത്രമാ. അതിനുവേണ്ടി ആരോടും എന്ത് ദ്രോഹവും ഇവര് ചെയ്യും. എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നു? ആരുടെ? എന്റെ? തനിക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ മുമ്പിൽ അങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട. സത്യം പറ, എന്താ പ്രശ്നം? രാജീവിന്റെയും ശിശിരേച്ചയുടെയും കാര്യമാണോ മനസ്സിൽ? അതെ, ഇന്നവൻ ഇവിടം വരെ കയറി വന്നു. അയാൾ ഇവിടെ വന്ന് ശിശിരേച്ചയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? എടോ, എനിക്കും അമ്മയ്ക്കും വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അവൾക്കും അവനും നല്ലപോലെ അറിയാം. എന്നിട്ടും അവൻ ഈ വീട്ടിൽ കയറി വന്നെങ്കിലും അത് അവള് വിളിച്ചു വരുത്തിയത് തന്നെ. ഗൂഗിൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
എന്തിനാ രാജീവിന് ഇങ്ങനെ എതിർക്കുന്നത്? ശിശിരേച്ചിക്ക് അയാളെ ഇഷ്ടമാണ്. ഗോകുലിന്റെ വ്യക്തിപരമായ എതിർപ്പിനേക്കാളും ചേച്ചിയുടെ ഇഷ്ടമല്ലേ വലുത്? എടോ, ഈ വിവാഹം നടക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. എന്തിനാ ഗോകുൽ അങ്ങനെ മുൻവിധിയോടുകൂടി കാര്യങ്ങളെ കാണുന്നത്? ശിശിരേച്ചി ഗോകുലിന്റെ സഹോദരിയാ. ആ എന്റെ സഹോദരിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവനെ പോലും ഫ്രോഡിനെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന എനിക്ക് താല്പര്യമില്ല. രാജീവ് വന്നുപോയ ശേഷം ഇന്ന് അമ്മയും ചേച്ചിയും തമ്മിൽ വഴക്കുണ്ടായി. അമ്മ ചേച്ചിയെ തല്ലി. നാളെ ഇനി ഇതുപോലൊരു വഴക്കുണ്ടാകുമ്പോ ചേച്ചി മറ്റെന്തെങ്കിലും ചെയ്താലോ? ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നടത്തുന്നതല്ലേ നല്ലത്? ഒന്നുമില്ലെങ്കിലും അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? പോലീസ് ഉദ്യോഗസ്ഥൻ ആ യൂണിഫോം ഇടാനുള്ള അർഹത പോലും അവനില്ല. മാത്രമല്ല അവനൊരു നല്ല മനുഷ്യനേ അല്ല. പിന്നെ ഞാൻ എങ്ങനെ അവളെ അവന് കെട്ടിച്ചു കൊടുക്കുന്നത്? ശരിക്കും ഗോകുലും രാജീവും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾക്കിടയില് ഞങ്ങൾ അറിയാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ ഗോകുൽ രാജീവിനെ ഇങ്ങനെ എതിർക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. എന്താ അത്? എടോ, നമുക്കൊരു മോളുണ്ട്. അതുകൊണ്ട് എടോ, നമ്മളുടെ മോളുടെ അതേ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി 4-5 വർഷം മുമ്പ് അബ്യൂസ് ചെയ്യപ്പെടുകയും പിന്നീട് ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും ചെയ്തു. താൻ കേട്ട് കാണും, കൺമണി കേസ്. ഗൂഗിള് തോറ്റുപോയ ആ കേസല്ലേ? അതെ. ആ കേസിലെ മുഴുവൻ പ്രതികളും രക്ഷപ്പെടാൻ കാരണക്കാരൻ രാജീവാണ്. നമ്മുടെ മോളുടെ അതേ പ്രായം, ശരീരം നിറയെ മുറിവുകൾ.